പേര് രാജു എന്നാണ്. ഇത് റബ്ബർ പുനർജീവനി, അതായത് പട്ടമരപ്പിനുള്ള മരുന്ന് ചെയ്യുന്ന രീതി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വിടുന്നത്. അതായത് ഈ മരം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഇതിനെന്തോരം കേടുണ്ട് എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. ഈ മരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിന് ഇങ്ങോട്ട് ഇവിടം വരെ ഒരു മീഡിയം ടൈപ്പിലും ഇത് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് പോയതാണ്. ഇത്ര ഏരിയ പൂർണ്ണമായിട്ട് പോയി നിൽക്കുന്നതാണ്. ബാക്കിയുള്ളത് ഏതാണ്ട് ബാധിച്ചുകൊണ്ടിരിക്കണം. ബാക്കി ഇങ്ങോട്ട് ഇവിടെ മുതൽ ഇങ്ങോട്ട് കുഴപ്പമില്ലാത്തതാണ്. അതായത് ഒരു രണ്ടാം ഘട്ടം എന്ന് പറയും ഇതിന്, അതല്ലെങ്കിൽ മൂന്നാം ഘട്ടത്തിലേക്ക് വരും. അപ്പം ഇതിന് മരുന്ന് ചെയ്താൽ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. നമ്മുടെ മരം ചുരണ്ടി, അതായത് റെയിൻ ഗാർഡ് ഇടാനായിട്ട് മരം ക്ലീൻ ആക്കുക, അല്ലെങ്കിൽ ചീക്ക് വന്നു കഴിയുമ്പോൾ അത് ക്ലീൻ ആക്കുന്ന ഉപകരണമാണിത്. പിന്നെ ഒന്ന് പറയുന്നത് ചകിരി, പിന്നെ മരുന്ന് ബ്രഷ്, ബക്കറ്റ്, പിന്നെ മരുന്ന്. ഇത്ര ഇതിൻ്റെ ഉപകരണങ്ങളായിട്ടുള്ളൂ. ഇതിൻ്റെ കേടെന്തോരം ഉണ്ടെന്ന് അത് കാണിക്കാം. ഈ പിൻഭാഗം തീരെ ഇല്ലാത്തതാണ്. ഏതാണ്ട് ഇവിടം മുതൽ തീർത്ത് കേടില്ലാത്ത ഈ ഇതിനാൽ അപ്പുറത്തേക്കാണ് ഉള്ളത്. ബാക്കി ഇങ്ങോട്ട് കേട് തന്നെയാണ്. ഇങ്ങോട്ട് നേരിയ രീതിയിലായിട്ടുള്ള ഇത് നല്ല പൂർണ്ണമായിട്ടായിട്ടുണ്ട് ഇത്രയും ഭാഗം. അപ്പൊ ഈ മരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് പച്ച, അതായത് പച്ച അല്ല കറുപ്പ് അങ്ങനെ പറയുന്ന ഒരു മരമാണ്. അത് വെളുത്ത മരമല്ല. അപ്പൊ ഇതിന് ചെയ്യേണ്ട രീതിയാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഒട്ടുവള്ളി, അതായത് കേടായ ഭാഗത്തുനിന്ന് പാല് മറിഞ്ഞൊഴുകുന്ന ഇതുണ്ട്, അത് മരഞ്ഞുരണ്ടി കൊണ്ട് എടുത്ത് കളയണം. നേരിയ രീതിയിലാണ് ബലം, ചെറിയ ബലം കൊടുക്കാവുള്ളൂ. ഇത് വേറെന്താ കേടാണ്, ഇത്രയും ഭാഗത്ത് തൊലി ദ്രവിച്ചു പോയിട്ടുണ്ട്. സൈഡ് പച്ച തെളിയുന്നുണ്ട്. പച്ച അങ്ങനെ ഒത്തിരി തെളിക്കാൻ പാടില്ല. എന്നിട്ട് ഈ കരിഞ്ഞ ഭാഗം എടുത്ത് കളയുകയും ചെയ്യണം. മരഞ്ചുരണ്ടി റെയിൻ ഗാർഡ് ഇടാൻ ഇങ്ങനെ വലിക്കില്ല, ഇങ്ങനെ അങ്ങനെ ആക്കരുത്. പയ്യെ ഉരസിയാണ് കളയുന്നത്. ചകിരിക്ക് ഇത് പോകുന്നില്ല. അതുകൊണ്ട് മരഞ്ചുരണ്ടി കൊണ്ട് തന്നെ ക്ലീൻ ആക്കുന്ന. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, ഒന്ന് തള്ളുകയും വലിക്കുകയും കൂടെ ചെയ്യുന്നത്.
തുള്ളി വലിച്ചപ്പോൾ വരുന്ന പാലാണ് ഇത് തൂത്ത് കളയുന്നത്. അതല്ലെങ്കിൽ ആ ബ്രഷയിലാവും. ഈ ബ്രഷ് കൊണ്ട് അതിൻ്റെ പൊടി ഒന്ന് കളയുക. ചുരണ്ടി വൃത്തിയാക്കി 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ശരിക്കും വലിഞ്ഞു പോകും. അതിൻ്റെ ഈർപ്പം മാറി കഴിയുമ്പോഴത്തേനും മരുന്ന് ചെയ്താൽ മതി. ഞാൻ മരുന്ന് എടുത്ത് ചെയ്യാൻ പോവാണ്. ഇപ്പോഴത്തെ മരുന്നെടുത്ത് ഉപയോഗിക്കാൻ പോവാണ്. ഇതിന് വേണ്ടത് ഒരു 100 മില്ലി മരുന്നാണ്. അത് കന്നാസ് ശരി തുറക്കുന്നതിന് മുമ്പ് ഇങ്ങനെ മിക്സ് ആക്കിയാൽ ശരിക്കും ഏകദേശം 100 മില്ലി കണക്കാക്കി എടുത്താൽ മതി. എന്നിട്ട് അതുപോലെ തന്നെ അടച്ചു വയ്ക്കുക. ഇത് ചെയ്യുന്ന രീതി ഇതാണ്. ബ്രഷ് മുക്കി കഴിയുമ്പോൾ വെട്ടുവട്ടയുടെ മേളിൽ ഇത്രേ ഉള്ളൂ. വെട്ടുവട്ടയുടെ മേളിൽ ക്ലീൻ ചെയ്യുന്നില്ല. വെട്ടുവട്ടയുടെ സൈഡ് മുൻകാന കഴിഞ്ഞ് അല്പം കവർ ചെയ്ത് പോകും. അതുപോലെ പിൻകാനെ അല്പം കവർ ചെയ്ത് മാറി വരുന്നുണ്ട്. ഇതാണ് പിൻകാന നിൽക്കുന്നത്. അല്പം കൂടെ മാറി വരും. വെട്ടുവട്ടയുടെ മേളിലേക്ക് ബ്രഷ് ഇങ്ങനെ ഉള്ള ഒരകലാണ് വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ 100 മില്ലി എന്ന് പറഞ്ഞാൽ 50 മില്ലി പോലും എടുത്തിട്ടില്ല. അതായത് ഈ മരം സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് വലിഞ്ഞു കഴിഞ്ഞതിന് ശേഷം കൊടുക്കുക. വലിയണതിന് മുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കീഴോട്ട് ഒഴുകി പോകും. അപ്പോൾ അതുകൊണ്ട് അത് വലിഞ്ഞെടുക്കുന്നത് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണ് അതങ്ങനെ സ്വീകരിക്കാതെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ ഇതായില്ലെങ്കിൽ തന്നെ ഇത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ചെയ്യുകയോ അതല്ലെങ്കിൽ 2-3 ദിവസത്തേക്കാവും വീണ്ടും ഇത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ബാലൻസ് ഉള്ള ഇത് ഒഴുകി പോയിക്കൊണ്ടിരിക്കുക. വലിഞ്ഞതിന് ശേഷം കൊടുക്കേണ്ടതാണ് ബാക്കി.